യോവേൽ 2:27 ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്നു നിങ്ങൾ അറിയും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയുമില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ ലജ്ജിച്ചു പോകുമോ എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, സങ്കീർത്തനം 25:1-2 വാക്യങ്ങളിൽ യഹോവേ, നിങ്കലേക്കു ഞാൻ മനസ്സുയർത്തുന്നു, എന്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ, എന്റെ ശത്രുക്കൾ എന്റെ മേൽ ജയം ഘോഷിക്കരുതേ എന്ന് ദാവീദിന് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടി വന്നെങ്കിലും 3-ാം വാക്യത്തിൽ നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും എന്ന് പറയത്തക്ക വിധം താൻ ദൈവത്തിൽ വിശ്വസിച്ചതുപോലെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നം നിമിത്തം നിങ്ങൾ സങ്കടപ്പെട്ടും നിരാശപ്പെട്ടും ഇരിക്കാതെ എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ച് അതിനായി ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. സങ്കീർത്തനങ്ങൾ 22:4-5 വാക്യങ്ങളിൽ ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്കൽ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു രക്ഷ പ്രാപിച്ചു, അവർ നിങ്കൽ ആശ്രയിച്ചു ലജ്ജിച്ചു പോയതുമില്ല എന്നും 34:5 അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്നും പറഞ്ഞിരിക്കുന്നതിനാൽ നമുക്കും നമ്മളുടെ സഹായത്തിനായി ദൈവമുഖത്തേക്ക് നോക്കാം. നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാലും റോമർ 10:11 അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല എന്ന് പറഞ്ഞിട്ടുള്ളതിനാലും നിങ്ങൾ കർത്താവിൽ വിശ്വസിച്ച് ധൈര്യമായിരിക്കുക. നിങ്ങൾ ലജ്ജിച്ചു പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ദൈവം അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ. God bless you.